അമേരിക്കന്ന് സ്റ്റിക്കറാ സംഭവം. പക്ഷെ ഇതേപോലെ മറ്റേ വാക്സ് ഇട്ടിട്ട് സീൽ ചെയ്തിരിക്കും. ഞാൻ വിചാരിച്ചെന്തോ റോസിന്റെ സ്റ്റിക്കർ വെച്ചിരിക്കാം. ഇത് വെച്ചാൽ ഇങ്ങനെ മെഴുകി ഇങ്ങനെ ഒഴിക്കും, എന്നിട്ടൊരു സ്റ്റാമ്പ് ഇട്ട് തുറക്കെളുപ്പം. ഗിഫ്റ്റ് കിട്ടിയതാ. അതെ പ്രൈസും അല്ല. സുൽത്താൻ നിസാർ ദിയായി പോയി എന്നോട്. ഇൻ കേരള ബിൽറ്റ് ഓൺ പോളറൈസ് സ്റ്റൈൽ ക്യാമറ. മറ്റേ സീല. അപ്പോൾ ഞാൻ ചായക്ക് വേണ്ടിയിട്ട് കല്ലുമ്മക്കായ നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ ഫുഡ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഒരു പാക്കറ്റിന് 99 രൂപയാണ് കേട്ടോ. ഇതിൽ 4 പീസ് വരും. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു പാക്കറ്റാണിത്, 5 പീസ് വരുന്നതിന് അതിന് വന്നിട്ട് 140 രൂപയാണ് കേട്ടോ. പിന്നെ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം പറയാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഈ 5 എണ്ണമുള്ള പാക്കറ്റാണ് ഞാൻ പൊട്ടിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്പെഷ്യൽ ടെക്നോളജി എങ്ങാണ്ട് ഉപയോഗിച്ച് പാക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ 6 മാസം ഷെൽഫ് ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐറ്റമാണ് കേട്ടോ. അതായത് നോക്കിക്കേ. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഓയിലിലേക്ക് നമ്മൾ ഈ കല്ലുമ്മക്കായ ഓരോന്ന് ഇതുപോലെ പിറക്കി വെച്ചിട്ട് തിരിച്ചും മറിച്ചും വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ജോലിയൊന്നുമില്ല കേട്ടോ, എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ കല്ലുമ്മക്കായ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം ഈ സംഭവം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് മറിച്ചു വിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ തോലൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലാണ് ഈ കല്ലുമ്മക്കായ ഇരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ചായയോടിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഇവർ കളിക്കുന്ന ബാറ്റിൻ്റെ നെറ്റ് പൊട്ടിയിട്ട് അത് റിപ്പയറിന് സൽമാൻ രാവിലെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ വൈകുന്നേരം അത് വാങ്ങിക്കാൻ ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിസാർക്ക് പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാം, ഇവർക്ക് പിള്ളേർക്ക് ഒന്നും കണ്ട് മാക്സിൽ എന്തൊക്കെ വാങ്ങാനും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കണ്ടോ, രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ നല്ല രസമുണ്ട് ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. സൽമാൻ ബാറ്റ് കളിച്ച് ബാറ്റ് പൊട്ടിച്ച് വാങ്ങിക്കാൻ പോവാണ്. ഇവിടെയൊക്കെ സ്പോർട്സ് കടയാണ്. സമയം അറിയാം ഇതൊക്കെ. ഈ ഏരിയ മൊത്തം ഇഷ്ടംമാതിരി. അവിടെ ഇങ്ങോട്ട് ഈ ഏരിയ എന്ന് പറഞ്ഞില്ലല്ലോ. ജനറൽ പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ, അതിന് നേരെ ഓപ്പോസിറ്റുള്ള റോഡാണ്. രണ്ടെണ്ണം പൊട്ടിച്ചോ? 3 എണ്ണം. രണ്ടെണ്ണല്ലേ? ഒന്നില്ലേ? 3 എണ്ണം. എവിടെ? ഞാൻ 2 ഉള്ള 3 എണ്ണം. 3 എണ്ണം നാളെ മത്സരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇവിടെ എല്ലാം സ്പോർട്സ് കടകളാണ് കേട്ടോ. മ്യൂസിക്കൽ ഗിറ്റാറും. ഈ ഹോട്ടല് ഭയങ്കര പ്രസിദ്ധമായ ഹോട്ടലായിരുന്നു അല്ലേ? വേറെന്തോ പേരല്ലേ? ട്രിവാൻഡ്രത്തെ പങ്കജ് ഹോട്ടല്. പണ്ട് എല്ലാ സിനിമാ സംവിധായകരും മറ്റവരും മറിച്ചവരൊക്കെ ട്രിവാൻഡ്രത്ത് വന്ന് താമസിക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ മാക്സിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയും നമ്മളില്ലാതെ ഒറ്റയ്ക്ക് പോയി വാങ്ങിക്കാനായിട്ട്. പക്ഷേ അവരത് കേൾക്കത്തില്ല. നമ്മളും കൂടി ഉണ്ടെങ്കിലേ അവർ ഡ്രസ്സ് എടുക്കത്തുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇതുപോലെ ലേഡീസ് സെക്ഷനിലൊന്ന് എല്ലാം ഓടി നടന്നൊന്ന് നോക്കിയിട്ട് മാത്രമേ ഇവരുടെ കൂടെ നടക്കത്തുള്ളൂ കേട്ടോ.
മാസ്ക് ഫ്രീ, സെയിം ഡിസൈൻ, മാച്ചിങ് മാസ്ക്. കണ്ടോ ഇപ്പോഴും നിസ്സാറിക്കാടെ നോട്ടം കറുപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഡിസൈൻ കണ്ടോ, ഞാൻ പറഞ്ഞു കൊച്ചു ഡിസൈൻ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ ഇത് കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങൾ കാണുന്നവർ ആരും സലുവിനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, അല്ലേ സലു? വേറൊരു കാര്യം, നിനക്കിപ്പോൾ ഇനി ആരെങ്കിലും ഷർട്ട് തരണമെന്ന് വിചാരിച്ചാൽ പോലും അവർ ബ്ലാക്ക് എടുക്കുള്ളൂ. പ്രാവശ്യം വന്നപ്പോഴേക്ക് ഒരുപാട് അങ്ങ് സെലക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. മുൻപ് കണ്ട ഡിസൈനൊക്കെ തന്നെയാണ് ഇപ്പോഴും ദേ ഇവിടെ ഷെൽഫിലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. വെറൈറ്റി ആയിട്ടൊന്നും കണ്ടില്ല. ഞങ്ങളിതേ മാക്സിൽ വന്നപ്പോഴേക്ക് നമ്മുടെ മലപ്പുറത്തു നിന്നുള്ള നമ്മുടെ ഒരു വ്യൂവറാണ്. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. ജബിൽ അല്ലേ, ജബിൻ മലപ്പുറത്ത് എവിടെയാണ്? മലപ്പുറം മഞ്ചേരിയാണ്. അപ്പോൾ ദേ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് ബില്ല് പേ ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും ലേറ്റായി, ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം ഞങ്ങൾ എപ്പോഴും കയറുന്ന അതേ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കൊച്ചി അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾക്ക് സാറ്റിസ്ഫൈ ആയിട്ട് തോന്നുന്നിടത്ത് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ സൽമാൻ ദേ അവൻ്റെ സ്പെഷ്യൽ സാമ്പാർ വട വാങ്ങിച്ചിരിക്കുകയാണ്. ശരിക്കും നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ വായിൽ വെച്ചപ്പോഴേക്കും അവന് പൊള്ളിപ്പോയി. നമ്മളൊക്കെ പിന്നെ ദേ പൂരിയും ദോശയും ഒക്കെയാണ് ഓർഡർ കൊടുത്തത്. രാത്രിയൊക്കെ നമ്മൾ ഹെവി ഫുഡ് കഴിക്കുന്നതൊന്നും എപ്പോഴും നല്ലത് ഇതുപോലെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ സുൽത്താനും സൽമാനും ഗീ റോസ്റ്റാണ് കേട്ടോ ഓർഡർ കൊടുത്തത്, കണ്ടോ. അപ്പോൾ നമ്മുടെ റിസ്വാന് ഗോബി 65 വേണമെന്ന് പറഞ്ഞിട്ട് അവനത് ദേ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത്. ഇതാണ് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷനെ കുറിച്ചും ട്രെയിനുകളെ കുറിച്ചും ഞാനൊരു വ്ളോഗ് ചെയ്ത് ഓർക്കണം. ഏത് സ്റ്റേഷനെ കുറിച്ച്? ഈ സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു. അല്ല, ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇതാണ് നമ്മുടെ KSRTC കോംപ്ലക്സ്. പക്ഷേ ഫങ്ഷണൽ ആയെന്ന് തോന്നുന്നില്ല, ലൈറ്റൊക്കെ കിടക്കുന്നുണ്ട്. എത്രയോ വലിയ മുതൽ മുടക്കിലുണ്ടാക്കിയ ഒരു വലിയൊരു സംഭവമാണ്. ഇവിടെയാണ്, ഇതാണ് നമ്മുടെ പ്രസിദ്ധമായ ആർക്കിടെക്ട് ഡിസൈൻ ചെയ്ത, ലോറി ബക്കർ ഡിസൈൻ ചെയ്ത ഇന്ത്യൻ കോഫി ഹൗസ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് പല ബിൽഡിങ്ങുകളിലും അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അതിലൊന്നാണിത്. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കേരള ബാങ്ക്. കാര്യമായിട്ട് കേരള സ്റ്റേറ്റ് നമ്പർ 1 ആണ് കേരള ബാങ്ക്. ഇപ്പോൾ കോട്ടയത്ത് കറങ്ങിയത് വേണോ? നമ്മുടെ കോട്ട ക്ഷേത്രം കറങ്ങി വരാം. രാത്രി 10 മണിക്ക് ശേഷം വെളി ഇറങ്ങല്ലേ എന്നാണ് ഓർഡർ. കഴിച്ചിട്ട് വന്നത് കഴിക്കുന്നത്. ഇനി നമ്മുടെ തകരപ്പറമ്പും MG റോഡൊക്കെ രാത്രി ഈ സമയത്ത് കണ്ടില്ലെന്ന് പറഞ്ഞു. ട്രിവാൻഡ്രം നേരത്തെ ഉറങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റ് ലൈഫ് കാണിക്കാൻ ഇനി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, സലു കിച്ചണിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഫുട്ടേജ്. ഇതാണ് നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡ്. ലാസ്റ്റ് ബസ് പോയെന്ന് തോന്നുന്നു. നമ്മുടെ ഹെറിറ്റേജ് വില്ലേജില് പവീലിയനകത്ത് കയറുന്ന പോലെ. ഫ്രണ്ടിൽ ആരാ നോക്കിയേ? ഇതാണ് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പം ഇതിന് പിന്നിലെ കഥകളും ചെറിയ രസകരമായ കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കാണെങ്കിൽ കാണാം. ഇതിനകത്ത് 1,00,000 കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല രസമുണ്ടല്ലോ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ മുട്ടായി തരുന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഡ്രസ്സിന്റെ ഒക്കെ കമ്പോളങ്ങളാണ്. രാമചന്ദ്ര അതൊക്കെ ഈ റോഡിലാണ്.
നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ സ്ഥിരം പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന പോലെ നമ്മളിവിടെ തിരിയുന്ന സ്ഥലമാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ്. നമ്മുടെ ഏത് വ്ളോഗ് എടുത്തു കഴിഞ്ഞാലും അതിലെ കാണിക്കുന്നത് എന്റെ ടേണിംഗ് പോയിന്റ് ഇതാണ്. ഇവിടെ എത്തിയ റൈറ്റ് തിരിയാ. നമുക്ക് ഒരു ദിവസം ലെഫ്റ്റ് പോയാലോ? പോവും. ഇതാണ് നമ്മളെ കോർപ്പറേഷൻ. ഇതാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറന്നു വരുത് കേട്ടോ. അടുത്തിനി നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.